ഗോപൻകുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ല, ഗോപൻകുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളൂ, അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ടോ എന്തിനാ വന്നു? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എണ്ണയും കൊണ്ട് വന്നോ? എന്നെയും കൊണ്ട് വന്നതെന്ന്. ഞാൻ അതല്ലേ ചോദിച്ചേ, എന്റെ ഈ പുതിയ വീട്ടിലെ കയറി താമസം നിങ്ങൾ എന്തിനാ വന്നേന്ന്? ആളെങ്ങനെയാന്ന് ചോദിച്ചാ, അതായത് എറണാകുളം MG റോഡിൽ ഇപ്പൊ ഒരു സെന്റിന് എത്ര രൂപ കാണും? എനിക്കറിഞ്ഞൂടാ. ഒരു 50 ലക്ഷം. ഇവനെ അവിടെ കൊണ്ട് താമസിപ്പിച്ച പിറ്റേ ദിവസം 10,000 രൂപയ്ക്ക് ആളുകൾ വിറ്റിട്ട് ഓടിക്കളയും. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ്. എനിക്ക് പ്രാന്താ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ? തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ കള്ളന്മാരാണ്. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല. ഒന്നുമില്ലാത്തടത്തൊന്നും വന്നൊന്നുമല്ല. 4 നേരം അന്തസ്സായിട്ട് ആഹാരം കഴിക്കുന്ന കുടുംബത്തിൽ ചെറുപ്പത്തിലെ കുറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാ. എന്നിട്ട് 2 ദിവസമായിട്ട് ആരും അന്വേഷിച്ചാണ്ടായപ്പോ തിരിച്ച് വീട്ടിൽ കൊണ്ടുണ്ടാക്കി. എന്നിട്ടൊരു ഉപദേശം തന്നു. എന്ത്? എന്റെ ഒടുക്കത്തെ തീറ്റ നിർത്തണം, അവരെ കൊണ്ട് താങ്ങുന്നില്ലത്രേ. ആകെ 1/2 ഇഞ്ചിന്റെ കുഴലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത്. 30 ഇഞ്ചിന്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തരും തിന്നണത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവനെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ചങ്ങ് ഉടച്ചു കളഞ്ഞു.